വയനാട് താമരശ്ശേരി ചുരം. അടിവാരത്തു നിന്നും 12 കിലോമീറ്ററോളം ദൂരവും കഠിനമായ 9 ഹെയർപിൻ വളവുകളുമുള്ള അതിമനോഹരമായ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഈ ചുരത്തിന് ഒരു പിതാവുണ്ട്. മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്ന ക്രൂരമൃഗങ്ങളും വിഷസർപ്പങ്ങളും പകലുപോലും സൂര്യപ്രകാശം അരിച്ചിറങ്ങാത്ത കൊടും കാടായിരുന്നു ഇത്. അന്ന് ആ വയനാടൻ കാട്ടിലൂടെ ഒരു പാത തുറക്കുവാൻ അതിന് വഴികാട്ടിയായി ഒരാളുണ്ടായി. കാടറിയുന്ന, മണ്ണറിയുന്ന, ചതിവും വഞ്ചനയും എന്തെന്നറിയാതെ കാടിനെയും പ്രകൃതിയെയും ആരാധിച്ച് പരിപാലിച്ച് കാടറിവുള്ള ഒരു ആദിവാസി മൂപ്പൻ. ഏതു സാങ്കേതിക വിദ്യയും പരാജയപ്പെട്ടിടത്ത് തൻ്റെ മനക്കരുത്തിൽ വിശ്വാസമുണ്ടായിരുന്ന കാടിൻ്റെ മകൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൊടുങ്കാട്ടിലൂടെ പുതിയൊരു പാത തുറക്കുവാൻ വഴികാട്ടിയായി അയാൾ മുന്നിൽ നടന്നു. ആ ആദിവാസിയുടെ പേരാണ് കരിന്തണ്ടൻ. പാത തുറക്കുവാൻ സഹായം ചെയ്ത ആ കരിന്തണ്ടന് ബ്രിട്ടീഷുകാർ അർഹിക്കുന്ന സമ്മാനവും നൽകി. ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതെന്താണെന്നല്ലേ? തങ്ങൾക്ക് വഴികാട്ടിയായി വന്ന കരിന്തണ്ടനെ അവർ നിർദ്ദയം വെടിവെച്ചു കൊന്നു. വയനാടൻ ചുരം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ഖ്യാതി ഒരു ആദിവാസിക്ക് നൽകുന്നതെങ്ങനെ? അതിനാണ് അവർ കരിന്തണ്ടന് മരണം വിധിച്ചത്. പക്ഷേ ഇന്ന് കരിന്തണ്ടൻ ഒരു ആരാധനാമൂർത്തിയായി തന്നെ മാറിയിരിക്കുന്നു. കരിന്തണ്ടന്റെ പ്രതിമയും കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ച ചങ്ങലമരവും വയനാടൻ ചുരത്തിന്റെ ഓരത്ത് കാണാം. പ്രതിമയിൽ നേർച്ചയും പ്രാർത്ഥനയും നടത്തി യാത്രികർ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നു. കരിന്തണ്ടൻ തങ്ങളുടെ യാത്രയിൽ താങ്ങായി ഒപ്പമുണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെ. എവിടെയും അടയാളപ്പെടേണ്ട എന്നു കരുതി ആ വ്യക്തിയുടെ ജീവൻ തന്നെ എടുത്ത ബ്രിട്ടീഷ് ക്രൂരതയുടെ പര്യായം. ആ വ്യക്തി ഇന്ന് രക്ഷകനായി മാറിയ കാലത്തിന്റെ കാവ്യനീതി. വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു കരിന്തണ്ടൻ. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത്. എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വായ്മൊഴിയായി പകർന്നു കിട്ടുന്ന അറിവുകളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. കോഴിക്കോട്ടു നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂറിലേക്കും പോകുവാൻ ഒരു പാത നിർമ്മിച്ചാൽ അത് യാത്രക്കേറെ ഗുണം ചെയ്യുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു. അങ്ങനെ പല മാർഗങ്ങളും അവർ ശ്രമിച്ചു. എല്ലാത്തിലും അവർ പരാജയപ്പെട്ടു. കാരണം വയനാടൻ കാടും ഭൂപ്രകൃതിയും ഒന്നും അവർക്ക് പരിചിതമായിരുന്നില്ല. പാതയ്ക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോഴൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണം, ദിക്കറിയാത്ത അവസ്ഥ, വിഷസർപ്പങ്ങളുടെ ശല്യം, ഈ തടസ്സങ്ങളൊക്കെ അവരെ അലട്ടി. എങ്കിലും ആ പാത എങ്ങനെയും യാഥാർത്ഥ്യമാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അത് തങ്ങളെക്കൊണ്ട് മാത്രം കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ ബുദ്ധിയും സാങ്കേതിക വിദ്യയും ഒന്നും വയനാടൻ കാട്ടിനുള്ളിലേക്ക് കടന്നുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. വയനാടൻ ചുരം എങ്ങനെ യാഥാർത്ഥ്യമാക്കും എന്നതായി അടുത്ത ചിന്ത. അത് ചെന്നെത്തിയത് കാടിന്റെ മുക്കും മൂലയും ഓരോ ചലനങ്ങളും ദിശയും ഒക്കെ അറിയാമായിരുന്ന കരിന്തണ്ടനിൽ തന്നെ. പക്ഷേ കാടു തീണ്ടല്ലേ എന്നാണ് കരിന്തണ്ടൻ അവരോട് പറഞ്ഞത്. കാട് നശിപ്പിക്കില്ലെന്നും ഇതെല്ലാവർക്കും പ്രയോജനമാകുന്ന പാതയായിരിക്കുമെന്നും അവർ കരിന്തണ്ടനോട് പറയുന്നു. അങ്ങനെ ഏറെ ദുർഘടമായ മലനിരകളിലൂടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് ഈ പാത കാട്ടിക്കൊടുത്തുകൊണ്ട് കരിന്തണ്ടൻ മുന്നേ നടന്നു. കാടിന്റെ ഉള്ളറിവുകൾ മനഃപ്പാഠമായിരുന്ന കരിന്തണ്ടന് ആ വഴികാണിക്കൽ അനായാസമായിരുന്നു. കൊടും കാട്ടിലൂടെയുള്ള യാത്രയിൽ കരിന്തണ്ടനൊപ്പമുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഭക്ഷണവും ദാഹജലവും കിട്ടാതെ തളർന്നു വീണു. അപ്പോഴൊക്കെ കാട്ടരുവിയിൽ നിന്ന് ദാഹജലവും വിശപ്പടക്കുവാൻ കാട്ടിലെ കായ്കനികളും ശേഖരിച്ച് അവർക്ക് നൽകി കരിന്തണ്ടനെന്ന ഈ കാടിന്റെ മകൻ. വിഷക്കായ്കൾ ഏതൊക്കെയാണ്? ഏതു ദിശയിലൂടെ നടന്നാൽ ലക്ഷ്യത്തിലെത്താം? തൊട്ടടുത്ത് ആക്രമണകാരികളായ വന്യമൃഗങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇതൊക്കെ കരിന്തണ്ടന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. കാടിന്റെ ചലനങ്ങളും മൃഗങ്ങളുടെ മണവുമൊക്കെ തിരിച്ചറിയുവാൻ കരിന്തണ്ടന് കഴിവുണ്ടായിരുന്നു. പ്രകൃതി എന്ന പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചെടുത്ത അറിവിന്റെ കൂടാരമായിരുന്ന കരിന്തണ്ടന്റെ ഈ കാടറിവുകൾ കണ്ട് ബ്രിട്ടീഷുകാർ പോലും അത്ഭുതപ്പെട്ടു. അവർക്കൊട്ടും പരിചയമില്ലാത്ത ഈ അറിവിന്റെ ആഴങ്ങൾ ഈ ആദിവാസി യുവാവിൽ അവർ കണ്ടു. കരിന്തണ്ടനിലൂടെ ഈ വയനാടൻ പാത യാഥാർത്ഥ്യമാക്കാമെന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ടായി. അങ്ങനെ അടിവാരത്തു നിന്നും ആ എളുപ്പവഴി കണ്ടെത്തുക തന്നെ ചെയ്തു. കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത ആ ദുർഘട പാതയിലൂടെ എത്തി വിജയിച്ചു നിൽക്കുന്ന ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു ചിന്തയുണ്ടായി. ഈ ചുരം ഒരു അത്ഭുതമാകും, അതിൽ തർക്കമില്ല. മനുഷ്യനുള്ളിടത്തോളം ഈ ചരിത്രപാത അത്ഭുതവും മനോഹാരിതയും തൂകി നിലനിൽക്കുക തന്നെ ചെയ്യും. ചുരം നിർമ്മിക്കുവാൻ കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഇത് സഹിക്കാനായില്ല. തങ്ങൾക്ക് കഴിയാത്തത് ഒരു സാധാരണ ആദിവാസിക്ക് സാധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ?
അങ്ങനെ പോയി അവരുടെ സ്വാർത്ഥ ചിന്തകൾ. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. ഈ പാതയ്ക്ക് കാരണക്കാരനായ കാനനയാത്രയിൽ തങ്ങൾക്ക് ദാഹജലവും കാട്ടിലെ കായ്കനികളും തന്ന് തങ്ങളെ പരിപാലിക്കുകയും തളർന്നു വീണപ്പോൾ താങ്ങിയെടുത്ത് വലിയ ഇലകൾ കൊണ്ട് വീശി ക്ഷീണമകറ്റിയ ആ കരിന്തണ്ടൻ ഇനി ജീവിക്കണ്ട, കൊന്നുകളയണം. കരിന്തണ്ടൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ചതിവും വഞ്ചനയും ഒന്നുമില്ലാത്ത ആത്മവിശുദ്ധിയിൽ കാടറിഞ്ഞ് ജീവിക്കുന്ന ഒരു പാവം വനവാസി. ഈ പാത കണ്ടെത്തിയതിന്റെ ബഹുമതി തങ്ങൾക്ക് മാത്രമായിരിക്കണം. അതിനൊറ്റ മാർഗമേ അവർ കണ്ടിരുന്നുള്ളൂ. അങ്ങനെ കരിന്തണ്ടനെ കൊല്ലുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചുറച്ചു. ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടനോട് നേരിട്ടേറ്റുമുട്ടുവാൻ ബ്രിട്ടീഷുകാർ ഭയന്നു. അതിനവർ ഒരു ചതിയുടെ മാർഗം തന്നെ കണ്ടെത്തി. മാനസികമായി കരിന്തണ്ടനെ തളർത്തണം. ആദിവാസി ഗോത്രത്തിലെ അധികാരചിഹ്നമായ ഒരു വള കരിന്തണ്ടൻ ധരിക്കുമായിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവയ്ക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടെ ധരിക്കുകയുമായിരുന്നു കരിന്തണ്ടന്റെ പതിവ്. ഒരു ദിവസം കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ വള കൈക്കലാക്കി. പിറ്റേന്ന് ഉണർന്നെഴുന്നേറ്റ് കരിന്തണ്ടൻ തന്റെ അധികാരചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി. തന്റെ കുലത്തെ നയിക്കുവാനുള്ള ദൗത്യം ഈ വള നഷ്ടപ്പെട്ടാൽ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ച് മാനസിക വിഷമത്തോടെ കരിന്തണ്ടൻ തളർന്നു വീണു. ഈ അവസരം മുതലെടുത്ത് ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. ആ കാടിന്റെ മകൻ കാടിനുള്ളിൽ വെച്ച് തന്നെ പിടഞ്ഞു മരിച്ചു. പുതിയൊരു പാത കണ്ടെത്തിക്കൊടുത്ത കരിന്തണ്ടന്റെ ചുടുരക്തം ആ കാനനപാതയിലൂടെ ഒഴുകിപ്പടർന്നു. കരിന്തണ്ടനെ ഇല്ലാതാക്കിയ ബ്രിട്ടീഷുകാർ വയനാടൻ പാത യാഥാർത്ഥ്യമാക്കി. കേരളത്തിലെ വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് ഈ പാത വഹിച്ച പങ്ക് ചെറുതല്ല. ആദ്യകാലത്ത് കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ നിർമ്മിച്ച പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി ക്രമേണ മാറി. ചതിയിൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് അലഞ്ഞു നടന്നുവെന്നും ചുരം വഴി പോകുന്ന കാളവണ്ടികളും മറ്റു വാഹനങ്ങളും നിരന്തരം അപകടത്തിൽപ്പെടുന്നുവെന്നും അങ്ങനെ കരിന്തണ്ടന്റെ ആത്മാവിനെ ചങ്ങലയിൽ തളച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിച്ചു എന്ന് പറയപ്പെടുന്ന ചങ്ങലമരം ഇപ്പോഴുമുണ്ട്. കരിന്തണ്ടന്റെ പൂർണ്ണകായ പ്രതിമയും കാണാം. പ്രകൃതി ഭംഗിയും വനഭംഗിയും ആസ്വദിച്ച് ഈ കാനനപാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ പാതയ്ക്ക് കാരണക്കാരനായ അതിന് വഴികാട്ടിയായ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പന്റെ ജീവത്യാഗത്തിന്റെ കഥ നമ്മൾ അറിയേണ്ടതുണ്ട്. വയനാടൻ ചുരത്തിന് ഈ ചതിയുടെ കഥ പറയാനുമുണ്ട്.